എങ്ങനെ എവിടെ നിന്നുണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ. അറിയാം. ആ, നെയ് നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത്. ആരോപനും ബാബുവും അതിന് പറ്റും. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് MLA വന്ന് എന്ത് പറഞ്ഞാലും സഹായിച്ചു കൊടുത്തേക്കണം. നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർക്ക് പണവും കൊടുക്കണം. ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത്. ചുരുങ്ങിയത് 20 MLA-മാരെങ്കിലും കയ്യിൽ വരുന്നത് വരെ. 20 MLA-മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടയ്ക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ വള്ളം മുക്കാനും പൊക്കാനും കഴിവുള്ളവനാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കും. പിന്നെ അവരുടെ വകുപ്പിലും നിന്നെ കൈയിട്ട് വരാം. തൽക്കാലം മുഖ്യമന്ത്രി ഒന്നും അറിയരുത്. ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ നീ ഭാവിച്ചേക്കണം. ശരി. IG, ഹോം സെക്രട്ടറി, PA ഇവരെല്ലാം നിന്നെ വിശ്വസ്തരായിരിക്കണം. ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മിസ്റ്റർ നമ്പ്യാരെ കണ്ടു. അയാളുടെ മകൾക്ക് നിന്റെ PA ആയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. ആലോചിച്ച് വേണ്ടത് ചെയ്യൂ. നമ്പ്യാർ, ഫൈനാൻസ് സെക്രട്ടറി. ഇരിക്കൂ. ഞാൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ നമ്പുരാൻ പറഞ്ഞു. സോറി മിസ്റ്റർ നമ്പ്യാർ, ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ. ആർക്കാണ്? നിങ്ങൾ അറിയില്ല. ഇനിയും അവസരങ്ങൾ വരുമല്ലോ, അപ്പോൾ പരിഗണിക്കാം. ശരി, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. മിസ്റ്റർ നമ്പ്യാർ പിണങ്ങി പോവുകയല്ലോ. വി ആർ ഫ്രണ്ട്സ്. ധനകാര്യവും ആഭ്യന്തരവും ഒരമ്മ മക്കളാണ്. അയ്യോ, അതെന്താ സാർ അങ്ങനെ പറയുന്നത്? സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു. മറ്റു മന്ത്രിമാരെ ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല. സാറിനെ പോലെ അരിസ്റ്റോക്രസി ഉള്ള ഒരാളാകുമ്പോ. ഓക്കെ, സമയം പോലെ ഞാൻ വരാം. ശരി സർ. സി മിസ്റ്റർ നമ്പ്യാർ, എന്നെ സാറെന്ന് വിളിക്കരുത്. യു കോൾ മീ തമ്പുരാൻ. അതാണ് എനിക്കിഷ്ടം. ശരി തമ്പുരാൻ. ഓക്കെ, യു ക്യാൻ ഗോ. ഞാൻ പോവില്ല. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. അയാളുടെ PA ആയിരിക്കുന്നതിലും ഭേദം അവര് രാജാക്കന്മാരായിരുന്ന കാലത്തെ നമ്മളെ പിഴിഞ്ഞു. ഇന്ന് ജനകീയ ഭരണം വന്നിട്ടും എന്താ കാര്യം? നീ പോണ്ട മോളെ, എന്താ ഉണ്ടാവാന്നറിയാലോ. പോയില്ലെങ്കിൽ ജോലി പോകും. സ്പെഷ്യൽ ഓർഡർ വാങ്ങിയാണ് മഹി അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഒക്കെ അവന്റെ ഒരു പിള്ളേരുകളിയാ. ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുക്കൂ. സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാൽ എന്താ? തന്നെയുമല്ല, ഞങ്ങൾ ആ പട്ടയ സമരം തുടങ്ങാൻ പോവുക. അധികാരസ്ഥാനത്തിനടുത്ത് നമ്മുടെ ഒരാളുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നല്ലതാ. തീരെ വയ്യാൻ തോന്നുമ്പോ പോര്. ഇലക്ഷനിൽ നമ്മൾ എതിർത്തതിന്റെ വാശിയാണോ അയാൾക്ക്? അയാളൊരു വല്ലാത്ത മനുഷ്യനാ. നീ എന്താടി എന്നാ ബൂത്തിലിരുന്ന് പറഞ്ഞത്? ചാരായ കുപ്പിക്ക് വോട്ടില്ലെന്നോ? നീയൊക്കെ അങ്ങ് അഴിഞ്ഞാടിയാ ഞാനങ്ങ് തോറ്റുപോന്ന് വിചാരിച്ചല്ലടി ചൂലേ. മഹി, നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കും. ഓ, പിന്നെ ജോലി രാജിവെച്ചിട്ട് നീ എങ്ങോട്ട് പോകും? നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഞാൻ ഇവിടെ പണിയിക്കും. ആഹാ, ആഭ്യന്തരമന്ത്രിയോടാണോ കളി? നിൽക്കാൻ ലക്ഷ്മി, അവിടെ നിൽക്കാൻ. രാജിക്കത്ത് എഴുതി എങ്ങാനും ഇവിടെ വരും, നിന്റെ കുടുംബം ഞങ്ങൾ കൊളന്നോട്ടു. ആഹാ, നീ എന്ത് വിചാരിച്ചടി? രാജിവെക്കൂ. ആഭ്യന്തരമന്ത്രി മഹേന്ദ്രവർമ്മയും PA ലക്ഷ്മിയും തമ്മിൽ ഉടക്ക്. പ്രണയകലഹമോ പുഞ്ചിരിയോ? തെക്കുംകൂർ കോവിലകത്തെ ഇളയരാജാവും ആഭ്യന്തരമന്ത്രിയുമായ മഹേന്ദ്രവർമ്മയുടെ കാമുകിയാണ് ലക്ഷ്മി. ഇളയരാജാവിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് സൂപ്രണ്ട്സ് ഓഫീസിലെ ക്ലർക്കായിരുന്ന ഈ സുന്ദരിയെ ട്രാൻസ്ഫർ വാങ്ങി അനന്തപുരിയിൽ കൊണ്ടുവന്നത്. ആരെ ഈ കൈമള്? ഞാൻ അവനെ കൊല്ലും. ഒരു കാര്യമില്ല. ഒരുത്തനെ കൊന്നാൽ 100 പേര് വേറെ ഉണ്ടാവും. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്.
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. സ്വന്തം PA തന്നെ വേണമെന്നുണ്ടോ? ഛേ, ഇതങ്ങനെ ഒന്നുമല്ല സാർ. എന്താ ഞാൻ പറയേണ്ടത്? ആ, അതൊക്കെ പോട്ടെ. ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. കൃഷ്ണഗിരിയിൽ കുറെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ചേർന്ന് സർക്കാർ വനം കയ്യേറിയിട്ടുണ്ട്. വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു. പട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഞാൻ തന്നെ സമ്മതിച്ചതാണ്. പക്ഷേ ഇപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ ഓഫർ വന്നിരിക്കുന്നു. കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിച്ചു കൊടുത്താൽ ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും. റവന്യൂ മന്ത്രി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർ കുടിയൊഴിയില്ല. ഒരു പോലീസ് അറ്റാക്കിന് വേണ്ടി വരും. ഐ മീൻ ലാത്തിചാർജ്, വെടിവെപ്പ് എന്ന് വേണ്ട, ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താലേ അവരൊഴിയൂ. ഇത്രയേറെ ആളുകളെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ എങ്ങോട്ട് പോകും? കിടപ്പാടം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തെറ്റല്ലേ സാർ? ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ തെറ്റാണ്. നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയത്തിൽ തെറ്റും ശരിയും ഒന്നുമില്ല മഹേന്ദ്ര. ഈ പൊതുജനം എന്ന് പറയുന്നവന് രാഷ്ട്രീയത്തിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. നാം ഇതുവരെ എത്താൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊന്നും സർക്കാർ പണമല്ല, എന്റെ കുടുംബ സ്വത്തല്ല, പാർട്ടി അണികളുടെ മെമ്പർഷിപ്പ് ചെയ്യുമല്ല, വൻകിടക്കാരിൽ നിന്നും വാങ്ങിയതാണ്. മഹിക്കറിയാമോ, കുടിയൊഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ 75 ലക്ഷം രൂപ ആ ബോംബെ കമ്പനിക്കാരോട് വാങ്ങിക്കഴിഞ്ഞു. അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും? തന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആണിത്. DIG ആന്റണിയാണ് ഇതിന് പറ്റിയാൽ. പങ്കെടുക്കുന്ന പോലീസുകാർക്ക് എന്തും ചെയ്യാനുള്ള മനോവീര്യം താൻ കൊടുക്കണം. ഒരു 2000 രൂപ വീതം ക്യാഷ് അവാർഡ് ഓഫർ ചെയ്തേക്കും. ക്യാഷ് അവാർഡ് കൊടുക്കാൻ ഫണ്ടില്ലല്ലോ സാർ. കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ഓഫർ ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ ചെയ്യുന്ന എന്താണെന്ന് നിനക്കറിയില്ല. നിനക്ക് ഭ്രാന്താണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ മഴയുണ്ടോ? ഇത് കുട്ടിക്കളിയല്ല, 100 കണക്കിന് പാവങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. നിന്നോട് ഞാൻ ഇതുവരെ ഒന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. നീ ദയവ് ചെയ്ത് വയർലെസ് മെസ്സേജ് കൊടുത്ത് പോലീസിനെ തിരികെ വിളിക്കണം, അല്ലെങ്കിൽ ഇവിടെ രക്തപ്പുഴ ഒഴുകും. നീ ഊണ് കഴിച്ചോ? ഞാൻ കഴിച്ചു. നല്ല അസല് മീൻ കറി ഉണ്ടായിരുന്നു. എടാ, നീ ആ പാവങ്ങളുടെ നിലവിളി നീ കേൾക്കടാ. ഇതിൽ നല്ലത് കൂട്ടിന്റെ ചെവി വേറെ പോകുന്നു.
മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാ. ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാ നിശ്ചയിക്കുന്നത്. ചെക്കാണോ നിവേദനമാണോ? നിവേദനമാണ്. നിവേദനമാണേ അങ്ങോട്ട് കൊടുത്തേക്കടോ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം. താൻ ധൈര്യമായിട്ട് പൊക്കും. അവന്റെ അമ്മയുടെ ഒരു നിവേദനം. ഇതുവരെ എത്ര ആയിടോ? 4 ലക്ഷം. അയ്യോ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഇന്ന് വൈകുന്നേരത്തിനകം 10 തികഞ്ഞില്ലെങ്കിൽ 4 വിമതന്മാര് ചാടിപ്പോകൂടോ. അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണോ. നമസ്കാരം. ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള 6 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ 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 എവിടെ? പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. ഒരുത്തനാണെങ്കിൽ ഹിസ്റ്ററി, ആ ചുഴലിദീനം. 2 പേർക്ക് പൊക്കവില്ല. വേറൊരുത്തന്റെ കാലാണെങ്കിൽ ദേ ഇങ്ങനെ ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. അവയവങ്ങൾ എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. പറഞ്ഞിരുന്ന കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോയിന്റഡ്. ഈ മന്ത്രിസഭ അധികാരത്തിലേറിയിട്ട് അഭിമാനാർഹങ്ങളായ 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. എന്റെ സഹമന്ത്രിമാരായ നിങ്ങളുടെ എല്ലാം അകൈതവമായ ആത്മാർത്ഥതയും പ്രയത്നവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളതെന്ന് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം പരമാവധി നാം വാങ്ങി ഔദ്യോഗിക തലങ്ങളിലെ അഴിമതികൾ അവസാനിപ്പിച്ചു. ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു. ഈശ്വരൻ കനിഞ്ഞു നൽകിയ കേരളത്തിലെ പ്രകൃതി ഭംഗിയെയും പരിതസ്ഥിതി സന്തുലിതാവസ്ഥയെയും തകിടം മറച്ചിരുന്ന മരം വെട്ടൽ, വനനശീകരണം, അനധികൃത കുടിയേറ്റം ഇവയെല്ലാം ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ച ആഭ്യന്തര വകുപ്പ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. എന്നിരുന്നാലും കൃഷ്ണഗിരി വനങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരെ നേരിടുന്നതിനിടയിൽ വീരമൃത്യു അടഞ്ഞ സബ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ നമ്മളുടെയൊക്കെ മനസ്സിൽ ദുഃഖസ്മരണകൾ ഉണർത്തുന്നു. കൃത്യവിലോപം കൊണ്ടല്ല, എങ്കിലും അതിനിടയാക്കിയവരെ പിടികൂടാനുള്ള കാലവിളംബരം അനാവശ്യമായ അപവാദങ്ങൾക്ക് വഴിയൊരുക്കും. ചുരുങ്ങിയ കാലമേ അധികാരം നമ്മുടെ കൈകളിലുണ്ടാവും. കറപുരളാത്ത കൈകളോടെ ഇനിയും നമുക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണെന്നുള്ള വസ്തുത നാം ഒരിക്കലും മറക്കരുത്.